അതുകൊണ്ടല്ല, ഇത് മുതലാളിയുടെ രൂപയാണ്. ഇന്ന് കൊണ്ടുതന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ രൂപയും എടുത്ത് നിങ്ങൾ ആ സമയത്ത് എവിടെയോ പോകാനും ഒരുങ്ങുന്നു. അപ്പൊ ഞാൻ അന്വേഷിക്കട്ടെ? എന്താണ്? എന്തു പറ്റി? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? അമ്മയ്ക്ക് എന്ത് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അനുഭവിക്കേണ്ടത് ഞാനും നമ്മുടെ മോളുമല്ലേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും. എനിക്കൊരു അബദ്ധം പറ്റി ശകുന്തളെ. കഷ്ടകാലത്തിന് ഞാൻ ആ കോർണിവലിൽ പോയി കാശ് വെച്ച് കളിച്ചു. 3000 രൂപ നഷ്ടപ്പെട്ടു. അത് മുതലാളിയുടെ പണമാണ്. ഇനിയിപ്പോ ആ രൂപ കൂടി ഇല്ലാതെ എനിക്ക് മുതലാളിയുടെ മുമ്പിൽ പോകാൻ പറ്റില്ല. മൊത്തം 9000 ആയിരുന്നു. ഇപ്പോ എന്റെ കയ്യിൽ 6000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സാരമില്ല ശകുന്തളെ, കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേടണം. 3000 രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയാണോ? അതൊന്നും അത്ര കാര്യമാക്കാനില്ല. ചിലപ്പോ ഒറ്റ മണിക്കൂർ കൊണ്ട് 3000 അല്ല 30,000 നമുക്ക് നേടിയെടുക്കാം. ബാക്കി രൂപ കൂടി എടുത്ത് അതിനു വേണ്ടി പോവുകയായിരുന്നു. എങ്ങനെയായാലും 9000 രൂപ തേക്കാതെ ഒരു കാര്യം ചെയ്യാം. എന്റെയും കുഞ്ഞിന്റെയും ആഭരണങ്ങളും ഈ വീട്ടു സാധനങ്ങളും നമുക്ക് വിൽക്കാം. അങ്ങനെ ഈ 3000 രൂപ നമുക്കുണ്ടാക്കാം. എന്നാലും ഇനി കളിക്കാൻ പോവല്ലേ? ഈ പറഞ്ഞതെല്ലാം കൂടി വിറ്റാലും 3000 തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ വിറ്റിട്ട് നമ്മളെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേടണം. നേടാമെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തരുത് ശകുന്തളെ. നേടണം, നേടിയേ പറ്റൂ. ഈശ്വര, ഇതിനൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ പോയിട്ട് വേഗം വരാം.
എന്നെ പറ്റിച്ചു, എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു. എനിക്ക് തുറന്നു തരൂ, തന്നില്ലെങ്കിൽ ഞാൻ എന്നെ കശാപ്പായി കളയും. ഒരു കാര്യം അറിയണല്ലോ സാറേ. എന്താ സാറ് ഈ കാർണിവലുകാരുടെ കൊട്ടയിൽ തന്നെയാണോ താമസം? അതെ സാർ, അവിടെ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം താമസിക്കാനുള്ള ഷെഡ്യൂളുണ്ടോ സാറേ? പിന്നെ എല്ലാരും കൂടി ഒരു ഷെഡിൽ താമസിക്കുന്നതാണോ ധരിച്ചിരിക്കുന്നത്? സാർ, അതിനകത്തൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടെന്നാണല്ലോ സാറേ പറയുന്നത്. ആ ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? ഞാൻ അവിടെ ഇതുവരെ ഒരു കുഴപ്പവും കണ്ടില്ല. ഓ, പാച്ചുള്ള മുതലാളി, ഒന്ന് ഇങ്ങോട്ട് വാ, ചില്ലറ ബാക്കിതാ. ഞാൻ ഉടനെ വന്നേ കേട്ടോ. സാറിനോട് ചെറിയ കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ വന്നേ സാർ, ഞാൻ സാറിനോട് ഇതൊക്കെ ചോദിച്ചറിയുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, എന്റെ ഭാര്യയുടെ അനിയത്തി ഡാൻസിലാണെന്ന് പറഞ്ഞ് ഈ കാർണിവലിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അതാരാ? പ്രിയമ്മത. അവളുടെ അച്ഛനാണ് ഇവിടെ കൊണ്ടാക്കിയത്. സാർ, ഞാൻ നേരത്തെ അറിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു സാർ. അതിനിപ്പോ എന്ത് പറ്റി? കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞോളേ സാർ. എനിക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് അത്ര വലിയ പരിചയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. ഞാൻ ഈ പറഞ്ഞ ആളിനെ സാറിന് മനസ്സിലായോ? പ്രിയമതയല്ലേ? എനിക്കറിയാം. അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ സാറേ. അതിനകത്ത് കേപ്പോരും കേവിയൊന്നും ഇല്ലാത്ത ഏർപ്പാടൊക്കെ ഉണ്ടെന്നൊക്കെയാ ആളുകൾ പറയുന്നത്. വല്ല നാണക്കേടും ഒന്നും സംഭവിച്ചു പോയാൽ. പാച്ചുള്ള വിഷമിക്കേണ്ട. പ്രിയമതയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. വലിയ ഉപകാരം. അപ്പൊ ഞാൻ കടയിലോട്ട് പോട്ടെ. ശരി സാർ, അല്ല, സാറിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? സാറിന്റെ ആ വേല എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തന്നാക്കുള്ള. ഏത് വേല? ഈ മാജിക്. ഓ, ഇപ്പൊ കച്ചവടം ഉണ്ടല്ലോ, അതുപോലെ. സാർ, ഒന്ന് രണ്ട് നമ്പർ പഠിപ്പിച്ചു തന്നാൽ മതി. ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും സമ്മാനിച്ചോളാം. ആ ശരി, ഞാൻ പഠിപ്പിച്ചുതരാം. അതെന്തോന്നാ പ്രിയമതേ? സാരിയാണോ? എവിടെ കാണട്ടെ? അയ്യോ, ഇത് കണ്ടോ? അയ്യോ, നല്ല ഭംഗി. രജവസാർ വായിച്ചു തന്നതാണോ? ആകെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇതെല്ലാം